കഴിക്കുന്ന കാര്യം എവ്രിവൺ ഹാസ് എ റൈറ്റ് ടു ചൂസ്, ദാറ്റ് ഇസ് ദർ. അത് ഒരു വശം അതിന്റെ. അപ്പം നമ്മുടെ ശാസ്ത്രങ്ങളിലും എല്ലാം പറഞ്ഞിട്ടുള്ളത്, ഇപ്പം ചാന്തോക്യ ഉപനിഷത്തിലാണെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ ഭക്ഷണം ശുദ്ധമാണെങ്കിൽ, നമ്മുടെ ഭക്ഷണം ശരിയായ രീതിയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് ശുദ്ധമാവും. മനസ്സ് ശുദ്ധമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്റലക്ട് സ്റ്റഡി ആവും. ഈ ഇന്റലക്ട് സ്റ്റഡി ആവുന്ന സമയത്താണ് മറ്റ് ബന്ധനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മോചനം ലഭിക്കുന്നത് എന്നുള്ളത്. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഭഗവത്ഗീതയിലാണെന്നുണ്ടെങ്കിലും ഭക്ഷണത്തെക്കുറിച്ച് മിതമായ ഭക്ഷണം, നല്ല ഉറക്കം, നമ്മുടെ അത് എല്ലാവരും ഒരു നല്ല ഹാബിറ്റ് ആയിട്ട് നമ്മുടെ ജീവിതത്തിലൊക്കെ തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണത്. അപ്പം ഒരു ഇമോഷനും കൂടെ ഉള്ള ഒരു ജീവിനെ കഴിക്കുന്ന സമയത്ത്, ആ ഒരു ജീവിനെ കൊല്ലുന്ന സമയത്തായാലും അല്ലെങ്കിൽ അതിന് ഇമോഷൻസ് ഉണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം നമ്മൾ ഇൻജസ്റ്റ് ചെയ്യണം. ഇഫ് യു ആർ ഈറ്റിംഗ് ഇറ്റ്, സോ യു ആർ ഇൻജസ്റ്റിംഗ് ദാറ്റ് ഓൾസോ. അപ്പം പ്രകൃതിയിലുള്ള ഏത് കാര്യങ്ങളും നമ്മൾ വാക്കുകൾ ശ്രമിക്കുകയാണെങ്കിൽ, നമ്മൾ കാണുന്ന കാഴ്ചകളാണെങ്കിൽ ഇതെല്ലാം നമ്മൾ ഇൻജസ്റ്റ് ചെയ്യണം. ടേക്കിംഗ് ഇറ്റ് ഇൻടു ourselves. സോ സിമിലർലി ദ ഫുഡ്. അപ്പം അത് നമ്മുടെ ഒരു ശാസ്ത്രങ്ങളൊക്കെ പറയുന്നത് സാത്വിക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇറ്റ് വിൽ ഡിറ്റർമിൻ ദ പേഴ്സൺ ദാറ്റ് യു ആർ. ദിസ് ഇസ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. ഈ പറഞ്ഞ ശാസ്ത്രം, ഉപനിഷത്ത് ഇതൊക്കെ എന്നും സവർണന്റെയാണ് മേഡം. അതൊരിക്കലും അവർണന്റെ ആയിരുന്നേ ഇല്ല. അത് രൂപപ്പെട്ടിരിക്കുന്നത് തന്നെ ഇതൊന്നും ചെയ്യാത്ത ഞങ്ങൾ ശ്രേഷ്ഠരാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കൊണ്ടുവന്ന പ്രാക്ടീസസിൽ നിന്നാണ്. ഈ പ്രാക്ടീസസ് കൊണ്ടുവരിക മാത്രമല്ല, മറ്റുള്ളവർ അത് ചെയ്യുന്നതിൽ നിന്ന് തടയുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഇവരുടെ പവർ, ഡോമിനൻസ് ഇതൊക്കെ ജസ്റ്റിഫൈ ചെയ്യുന്നത്. ദളിതരൊക്കെ നൂറ്റാണ്ടുകളായിട്ട് മീറ്റ് ഈറ്റേഴ്സ് ആണ്. അങ്ങനെ അവർ കഴിക്കുന്ന ഭക്ഷണം കുറഞ്ഞതും ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കൂടിയതും എന്ന സവർണ പ്രാക്ടീസിൽ നിന്നാണ് അങ്ങ് പറഞ്ഞിരിക്കുന്ന സോ കോൾഡ് ശാസ്ത്രം ഉയർന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സവർണ പ്രാക്ടീസസ് ആണ് നമ്മുടെ കൾച്ചർ. ഇത് നമ്മളെല്ലാവരും പാലിക്കണം എന്ന് പറയുന്നതിനെയാണ് ബ്രാഹ്മണൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഈ നമ്മൾ എന്ന് പറഞ്ഞ് അവർണരുടെ പ്രാക്ടീസസിനെയും ഐഡന്റിറ്റിയും ഒക്കെയാണ് ഇല്ലാതാക്കാൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മീറ്റ് കഴിക്കുന്നത് നമ്മുടെ ഇന്റലക്റ്റിനെ ബാധിക്കും എന്നൊക്കെയല്ലേ പറയുന്നത്. ലോകത്തെല്ലായിടത്തും ഈ ജീവിയുടെ മീറ്റ് കഴിക്കുന്നവരുണ്ട്. അവർക്കൊന്നും സിവിലൈസേഷൻ പീക്കായ സമയത്ത് ഇന്നോവേഷനോ മറ്റു കാര്യങ്ങൾക്കോ യാതൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ നമ്മുടെ ശാസ്ത്രമല്ല, നിങ്ങളുടെ ശാസ്ത്രം, നിങ്ങളുടെ ഈ ശാസ്ത്രം അനുസരിച്ചാണ് നൂറ്റാണ്ടുകളായി ദളിതരെ തൊട്ടുതീണ്ടാൻ പാടില്ല, അവരെ മാറ്റി നിർത്തണം, അങ്ങനെ അവരെ ഒപ്രസ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ശാസ്ത്രം. ആ ശാസ്ത്രം ഇനി ആര് പറഞ്ഞാലും എടുക്കാൻ സൗകര്യം. പിന്നെ മാഡം, ഇന്ത്യയിൽ മെജോറിറ്റി ആളുകൾക്കല്ല, മെജോറിറ്റി സവർണ ടീമുകൾക്കാണ് പശു ദൈവമായിട്ടുള്ളത്. അപ്പോൾ ഈ നമ്മുടെ എന്ന് പറയുമ്പോൾ ഈ നമ്മൾ ആരാണെന്ന് കൂടി വ്യക്തമാക്കണം കേട്ടോ. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്.